എത്തിയിട്ടില്ലെന്നോ? മിസ്റ്റർ നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാണല്ലോ പുറപ്പെട്ടു. ആട്ടെ, താൻ എത്ര മണിക്ക് എയർപോർട്ടിൽ എത്തിയത്? 12:30. എടോ, ഫ്ലൈറ്റ് ടൈം 12 മണിക്കല്ലേ? അരമണിക്കൂർ താൻ എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ വന്നിട്ടുണ്ടാവും. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ? എന്തന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി, മണിവർണ്ണൻ ഇവിടെ ഇവളെ കെട്ടു. അച്ഛാ, ബഹുത്ത് അച്ഛാ. ठहरो ठहरो ठहरो। आपका नाम क्या है? രമേശ് നമ്പ്യാർ. എന്റെ അതേ പേര്. ക്വാളിഫിക്കേഷൻ? MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? I am രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 5 ലക്ഷം പോയോ ഭഗവാനെ? ഇവനെന്തോ ഒരു കള്ളനെ പോലെ പതിഞ്ഞു നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ഈ ശരീരത്തിലില്ല. ഹലോ, നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായി? വരുത്ത ഇവന്മാരാണല്ലേ? ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ടതാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റി കളഞ്ഞു, അതങ്ങ് ചീറ്റി പോയി. ചീറ്റിയത് വെടിയുണ്ടല്ല, 5 ലക്ഷം. 5 ലക്ഷം? അത് ഈ അതെ, ഈ കണ്ണപ്പള്ളിയിൽ ചന്തു പറഞ്ഞില്ലേ, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം. ആ പാട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം. ആലിപ്പഴം നിവർക്കാം പീലിക്കൂടെ നിവർത്താം. ഇവന്മാര് പാരായിട്ട് വരും. ആലിപ്പഴം ഞാൻ പെറുപ്പിക്കാൻ കേട്ടാ. ഹലോ 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 ഹലോ. I am രമേശ് നമ്പ്യാർ MBA. ഐ ആം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ? എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്തം കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ ബൈ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. മോളെന്തിയടോ? മോൾക്ക് കാണാന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. മോളെ സൂര്യേ, മോളിങ്ങോട്ട് വന്നേ. അവളൊരു ഇത്തിരി മൂഡ് ഓഫിലാ. ഞാൻ അവളെ പരിചയപ്പെടുത്താം, വരൂ. വേണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടോളാം, അതല്ലേ നല്ലത്. ദാറ്റ്സ് ഗുഡ്. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ഹർ. എവിടാ മുറി? മോളില. ഓക്കേ, ഐ വിൽ മാനേജ്. അവളെങ്ങാനും അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ തന്നെ ആ കാര്യം താൻ ഇവിടെ എഴുന്നള്ളിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണ്ടേ? തട്ടിമുട്ടി ഒച്ച വെക്കണ്ട ഡാഡി, എനിക്ക് ആരെയും കാണണ്ട. കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. യെസ്, ഐ ആം രമേശ് നമ്പ്യാർ MBA. ഇത്രയും കാലം ഒളിച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതൽ അല്പം ചൈൽഡിഷ്. അതെന്റെ നേച്ചറാണ്. ഡാഡി എപ്പോഴും അതിനെക്കുറിച്ച് വഴക്ക് പറയാറുണ്ട്. ബട്ട് ഐ ആം കെയർലെസ്. പക്ഷെ ഇപ്പോൾ എല്ലാ സത്യവും തുറന്നു പറയാൻ സമയമായി. ഇനിയും നിന്നെ പറ്റിക്കാൻ എനിക്ക് വയ്യ. ബിക്കോസ് ഐ ലവ് യു. ഐ ഡു ലവ് യു. I love you so much. സത്യമാണോ നീ പറയുന്നത്? എന്റെ ഹൃദയം പോലെ പരിശുദ്ധം. രമേശ് നമ്പ്യാർ എന്ന് പറഞ്ഞ ആ വീട്ടിൽ കാലുകുത്തിയതും ഒരൊറ്റ ആക്രമണമല്ലായിരുന്നു. ആര്? അവളുടെ അമ്മാവനും അവളുടെ മുറച്ചെറുക്കൻ. എന്നിട്ട് ഞാൻ ചെറുത്തു നിന്നു. ഓരോരോ കടമ്പകൾ കടക്കുമ്പോഴും എനിക്ക് തോന്നി ഞാൻ രമേശൻ നമ്പ്യാരല്ല എന്ന് വിളിച്ചു പറയണമെന്ന്. എന്നിട്ട് നീ അത് പറഞ്ഞോ? ഞാൻ പിടിച്ചു നിന്നു, സാറിന് വേണ്ടി. അവളോട് മാത്രം എന്നെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞെന്നോ? എല്ലാം പറഞ്ഞു. സാർ എന്നെ പോലെ സുന്ദരനല്ല, അല്ല സാർ എന്നെക്കാളും സുന്ദരനാണ്. മാത്രമല്ല 6.5 അടി പൊക്കമുണ്ടെന്ന് വരെ വെച്ച് കാച്ചിട്ടുണ്ട്. 6 അടി പൊക്കോ? എനിക്ക് 5 അടി പൊക്കല്ലേ ഉള്ളൂ. സാറല്ലേ പറഞ്ഞ എന്തും പൊക്കി പറയണമെന്ന്. പൊക്കി പറയാൻ പറഞ്ഞ പൊക്കെ കൂട്ടി പറയാനാണോടാ? ഒരടിയുടെ കുറവല്ലേ ഉള്ളൂ.
അതെ, ഒരടിയുടെ കുറവുണ്ട്. അത് നിനക്ക് എന്തായി പറയുന്നത്? പട്ടി കെട്ടഴിച്ച് വിട്ടാ നിന്നെ കൊല്ലുമെന്ന്. എന്നെ നിന്നെ കൊന്നിട്ട് എന്താ കാര്യം? എന്നെ അപ്പൊ കെട്ടഴിച്ചു വിട്ടാ സാറിനെ കൊല്ലൂ? അതല്ലേ പൊട്ട ഹിന്ദി പറഞ്ഞത്. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? നാളെ രമേശ് നമ്പ്യാർ MBA ആയി സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജരായി ഞാൻ ചാർജ് എടുക്കുന്നു. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എന്റെ കൊക്കി ജീവിതത്തോടത്തോളം കാലം അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല. ഇല്ലേ? ഇല്ല. കെട്ടഴിച്ച് വിടട്ട. സമ്മതിച്ചിരിക്കുന്നു. அவனுக்கு டைம் வந்துருச்சு. இந்த உலகத்தை விட்டே போறதுக்கு அவனுக்கு டைம் வந்துருச்சு. இந்த சிவசுப்பிரமணிய கவுண்டரோட தம்பிய கொலை செஞ்சவன் உயிரோட இருக்க கூடாது. ஆனா எதுக்காக என் தம்பி ஆலிபாபா இருக்கிற இடத்துல போய் மாட்டிக்கிட்டான்? ஆலிபாபா அங்க வருவான்னு சின்ன கவுண்டருக்கு தெரியாம இருந்திருக்கலாம். அலிபாபா இப்ப பாம்பேல இல்ல பாஸ், அவன் கேரளா போயிருக்கான். நாங்க வேணா புறப்பட்டு கேரளா போயிட்டு வரட்டுமா? நோ, நம்ம ஆளுங்களை பார்த்தா அவனுக்கு அடையாளம் தெரியும். அதனால பூனால இருந்து டாக்கூர் குரூப் கேரளாவுக்கு போட்டோம். டாக்கூர் குரூப்புக்கு அலிபாபா அடையாளம் தெரியாது பாஸ். அதனால அலிபாபாவோட போட்டோ இருந்ததுன்னா அதெல்லாம் கிடைக்காது. அலிபாபா கேரளால எங்க இருந்தாலும் டாக்கூர் குரூப் தேடி கண்டுபிடிச்சிருவாங்க. എന്താ പറഞ്ഞത്? അപ്പോയിന്റ് ചെയ്തെന്നോ? നിന്നെയൊക്കെ മാനേജർമാരായി അപ്പോയിന്റ് ചെയ്യാൻ അവനെന്ത് അധികാരം? ആ തെണ്ടിയെ എന്റെ ഡ്യൂപ്പായിട്ട് ആക്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു നാലാംകിട ഡ്യൂപ്പിന് പോളിസി മാറ്റർ കൈകാര്യം ചെയ്യാനുള്ള യാതൊരു ലീഗൽ പവറും ഇല്ല. നിന്നെയൊക്കെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടാൻ സാറിനെന്താ അധികാരം? അടുത്ത ദിവസങ്ങളിൽ സൂര്യ ഗ്രൂപ്പിന്റെ അവകാശിയാകാൻ പോകുന്ന ആൾക്ക് എന്തധികാരമൊന്നും? ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, ആ. പ്രാക്ടിക്കൽ നോളജ് മതിയിടോ. ഒരു MBA-കാരനെ എടോന്നോ? പിന്നെ തന്നെ എന്തോന്ന് വിളിക്കണം? പട്ടീന്നോ? ഞാൻ ശങ്കർജിയുടെ മരുമകനാകാൻ പോകുന്ന ആളാ. സൂക്ഷിച്ച് സംസാരിക്കണം. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ല? അച്ചായൻ അവളുമായി സൂപ്പർ ലൈനില്ല. അവൾ അച്ചായനെ കിട്ടു. അതാ ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പൊ ചതിയാണല്ലേ? അവനോട് സൂര്യയുമായി ഒരു ലിംഗം റിലേഷനും പാടില്ല എന്നാ ഞാൻ പറഞ്ഞതാ. അവളുടെ ഭ്രമണപഥത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കാനാ ഞാൻ അവനെ പറഞ്ഞയച്ചത്. പരമച്ചേറ്റേ, ഞാനെല്ലാം പൊളിക്കും. എങ്ങോട്ടാ? സൂര്യയുടെ വീട്ടിലോട്ട് ഞാൻ അവിടെ ചെല്ലും. എല്ലാ കാര്യങ്ങളും അവളോട് ഞാൻ തുറന്നു പറയും. ആ ചതിയനെ ഞാൻ എറിഞ്ഞോടിക്കും. ഏറുകൊണ്ട പട്ടിയെ പോലെ ആ തെണ്ടി ഞൊണ്ടി ഞൊണ്ടി ഓടുമ്പോ സൂര്യ ഗ്രൂപ്പ്സിന്റെ ജനറൽ മാനേജറുടെ കസേരയിൽ ഞാനിരുന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാൻ തനിക്കെന്താ വട്ടുണ്ടോ? വട്ട് നിന്റെ അച്ഛന്. ഞങ്ങൾ പറയണതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ തനിക്ക് കൊള്ളാം. എങ്ങനെ നിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീയൊക്കെ എന്ത് ചെയ്യോളാം? ചേച്ചകളെ, പട്ടികളെ, തെണ്ടികളെ, ഞാൻ നമ്പ്യാരും പൊതുവാളൊന്നല്ല. ഞാൻ നമ്പ്യാർ कुछ नहीं। तुझे मार डालूंगा. ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് ബാക്കിയുണ്ട്. ആലിബാബ ചാടിപ്പോയെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? സത്യമാണ്. ഇപ്പൊ രമേശ് നമ്പേർ അയാളെ തട്ടിക്കാണും. എങ്കിൽ അയാളുടെ അടുത്ത് തരാൻ നമ്മളാ. അതിന് നമ്മൾ എന്ത് തെറ്റാ? അയാളെ കുടുക്കിയതും കെട്ടിയിട്ടിടിച്ചത് നമ്മളല്ലേ? അതിന്റെ പക തീർക്കായിരിക്കും.
രമേശ് നമ്പ്യാർ. എടാ കോപ്പേ, ഇന്നിപ്പോ എന്റെ ബുദ്ധിമോശം കൊണ്ട് സൂര്യയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീ രമേശ് നമ്പ്യാരായി വിലസുന്നു. പൊഴിച്ചിട്ട പടത്തിലേക്ക് ഒരു പാമ്പിന് തിരികെ കയറാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ രമേശ് നമ്പ്യാരായി കയറാനും പറ്റില്ല. പക്ഷേ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇനി ഒരു അൽസേഷൻ നായുടെ കുറവേ ഉള്ളൂ. അതേടാ, നിന്റെ ശരീരം കടിച്ച് പറിച്ച് കീറി എറിയാൻ കഴിവുള്ള അൽസേഷൻ. രമേശ് നമ്പ്യാർ എന്ന ഈ വ്യാജന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന അൽസേഷൻ. ആ അൽസേഷൻ ആകാനാടാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാടാ അലിബാബ. അപ്പൊ അയാൾ എവിടെ? അയാൾ എവിടെയുമില്ല. കയറ് പൊട്ടിച്ചതും ഞാൻ അവനെ ഒറ്റവെടിക്ക് അലിബാബയ്ക്ക് നിന്റെ ശത്രുപക്ഷത്ത് സ്ഥാനമുണ്ട്. അവിടെ കയറിക്കൂടി നിന്റെ കള്ളക്കളി കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അതോടെ സൂര്യ നിന്നെ ആട്ടി പുറത്താക്കും. പിന്നെ ഞാൻ സൂര്യയുടെ കഴുത്തിൽ മിന്നു കെട്ടും. എന്നിട്ട് സൂര്യ ഗ്രൂപ്പിന്റെ മുഴുവൻ അവകാശി ഞാനാകും. അടവ് 18 കഴിഞ്ഞാടാ ഞാൻ തീഹാറിന്ന് വന്നിട്ടുള്ളത്. തീഹാറോ? ബീഹാർ എന്നാ ഞാൻ പറഞ്ഞത്. ചെവിയും കേട്ടൂടല്ലേ? ബീഹാറിൽ എനിക്കൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് തീഹാർ. തീഹാർ ടീ. അതും പകല് മുഴുവൻ കൊല്ലും കൊലയും കള്ളക്കടത്തും. രാത്രിയായ പെണ്ണുങ്ങളൊത്ത് ഡാൻസും പാട്ടും എന്നല്ലേ ബേപ്പൂർ മൂസ ആലിബാബയെ കുറിച്ച് പറഞ്ഞത്? ഇവരെങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അച്ഛാ, സൂര്യയും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ആലിബാബ ഇവിടെ താമസിപ്പിക്കണം. പക്ഷെ എനിക്കൊരു സംശയം, മൂസൊക്കെ പറഞ്ഞൊരു ലുക്ക് വിനില്ല. അവൻ ഇപ്പോഴേ എയിമ് പിടിച്ചു തുടങ്ങി. ആരെങ്കിലും കണ്ടാ കുഴപ്പാ. അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് മുറിക്കകത്താക്കണം. ये आली बाबा जी, तुम ओरिजिनल आली बाबा आनो? ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി. എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പം മലയാളം അറിയാലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷയും എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. എന്താണ്? ആലിബാബ ആണെന്ന്. കണ്ടാൽ അറിയാത്തവൻ ഉണ്ട കൊണ്ടാലറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടി ഒന്ന് ചീറ്റിയില്ലേ? ഒരു വെടിക്ക് 5 ലക്ഷം. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 5 ലക്ഷം. അതൊരു നെറികെട്ട ഏർപ്പാടായി. ബായ്. ആദ്യത്തെ വെടി ചീറ്റി. ചീറ്റി മാത്രമല്ല, തൂച്ചിപ്പോ എന്റെ പണം പോയി. മേരാ ജീവൻ മേം പഹലെ ബാർ ഏക് ഗോലി ബേക്കാർ ഹോ ഗയാ. എന്താണ് മോനെ? എന്താണ്? അതായത് പുള്ളിക്കാരെ പകല് ബാറിൽ കയറി 2 വീഴ്ച. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിറ്റിട്ടാണ് 5 ലക്ഷം തന്നത്. ബായി. ഇനി ഉന്നം പിഴക്കില്ല. പതുക്കെ ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും 2 ആളുടെ ശബ്ദമാണല്ലേ. ഭായ് ഭായ് ആലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരോ ഇത് തട്ടിക്കഴിഞ്ഞ അപ്പ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷാ. അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബില്ല് ഞങ്ങള് പേ ചെയ്തോളാം. ആരാ അങ്കിൾ ഈ കടും പച്ച? ഇവനാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ഇവനാണ് നമുക്ക് തട്ടേണ്ടത്. ആരാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അല്ലയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണെന്ന്. ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കാനാ? അതെ, വല്ലപ്പോഴും കെട്ടിക്കാനാ. ഒരു താങ്ങും ഉണ്ടായില്ലടോ. അല്ലയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണെന്ന് പറയാറില്ലേ, അത് ഇയാളാ. എന്താ പേര്? അത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രനോ? അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹൂം. സംസാ ഹിന്ദി ബോൾത്താ ഹൈ. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ? ബോഡി ഗാർഡോ? പിന്നെ നോ നോ,
ഹീസ് അവർ GM, മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓഹോ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. ഉം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് MBA. ഏയ്, ഉദാഹരണമൊന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ, Glad to meet you. സെയിം ടു യു. ഓക്കെ അങ്കിൾ. അങ്കിൾ, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മള് കോൺട്രാക്ടർ. എങ്ങോട്ടാ? അത് മുझे उस लड़की से मिलना है. രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്കൂ. അച്ഛാ, ചലോ ചലോ ചലോ. അതെ. സുരേഷ് വന്നേ. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എവിടാണോ സൂര്യ? എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ. ഇതൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ജാവോ മാൻ. മുझे जानता हूं. എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു. എന്നെ കെട്ടാൻ പോണ ആളല്ലേ? അച്ഛാ. അതെ, ഞാൻ രാത്രി വരാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു. ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്.